എറണാകുളം കോതമംഗലം കോട്ടപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. 14 അടിയിലധികം നീളമുള്ള രാജവെമ്പാലയെ ഉൾവനത്തിൽ തുറന്നുവിടുന്നു. സിജോ വർഗീസ് വീണ്ടും ചേരുകയാണ്. സിജോ, എപ്പോഴാണ് ഈ രാജവെമ്പാലയെ പിടികൂടുന്നത്? വനത്തിൽ തുറന്നുവിട്ടോ? വന്യജീവി ശല്യം ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ് കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടി എന്ന് പറയുന്ന പ്രദേശം. അവിടെയാണ് ഈ രാജവെമ്പാലയെ ജനവാസ മേഖലയിൽ കണ്ടത്. ആദ്യം സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിന് സമീപത്തായിട്ടാണ് ഈ രാജവെമ്പാലയെ കണ്ടത്. പിന്നീട് അവിടെ നിന്ന് ഈ സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് പാമ്പ് കടക്കുകയും ചെയ്തു. പിന്നാലെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് വാച്ചർ സണ്ണിയുടെ നേതൃത്വത്തിലെത്തി സ്ഥലത്തെത്തി ഈ പാമ്പിനെ പിടികൂടുകയായിരുന്നു. അതിന്റെ 14 അടിയോളം നീളമുള്ള രാജവെമ്പാലയാണ് പിടികൂടിയത്. പാമ്പിനെ സമയത്ത് ഉൾവനത്തിലേക്ക് തുറന്നുവിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് കാട്ടാനയും അതുപോലെ തന്നെ ഈ രാജവെമ്പാല അടക്കമുള്ള പാമ്പുകളും ഒക്കെ എത്തുന്നത് വലിയ രീതിയിലുള്ള ആശങ്ക ഉളവാക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള വന്യജീവി ശല്യത്തിന്റെ പരിഹാരം ഉണ്ടാക്കണമെന്നൊരു ആവശ്യം കാലങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ കോട്ടപ്പടി എന്ന് പറയുന്നത്. ശരി, സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.